ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ മത്സരിച്ച ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസ്, ഇന്ത്യൻ വംശജയായ കമല ഹാരിസിനെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു നിലപാടിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യ എന്ന രാജ്യത്തിനോടുള്ള ട്രംപിന്റെ വിരോധം നമ്മൾ കാണുന്നതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്താണെങ്കിലും പാകിസ്ഥാന് ഒരു എന്താ പറയുക സമ്പൂർണ്ണമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുക, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ലോകബാങ്കിൽ നിന്ന് പാകിസ്ഥാന് $1 ബില്യൺ കടമായി ലഭിക്കണമെങ്കിൽ അമേരിക്ക എന്ന രാജ്യം അറിയാതെ ഒരിക്കലും നടക്കില്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള അമേരിക്കയുടെ നിലപാടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടതാണ്. അസീം മുനീറിനെ വിരുന്നുണ്ടാൻ വിളിക്കുന്നു. G8 സമ്മിറ്റിൽ നിന്ന് ട്രംപ് ഓടിപ്പോയത് അസീം മുനീറിന്റെ വിരുന്നൊരുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നു. അവർക്ക് അവരുടെ എന്താ പറയുക ഈ 5ാം തലമുറയിലുള്ള F-35 വിമാനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നു. ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ ശത്രുക്കൾ ആരാണോ അവർക്ക് പിന്തുണ നൽകുന്നത്. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിലായി വന്നത് H-1B വിസയുടെ നിരോധനമായിട്ട് ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് ട്രംപ് കടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് H-1B വിസ എന്ന് പറയുന്നത് അറിയില്ല, ഇന്ത്യയിലെ ടെക്കികൾക്ക് വളരെ ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു വിസയാണ്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഒരു തെളിവായിട്ടാണ് ഇപ്പോൾ ഈ കമലാ ഹാരിസ്, ഇന്ത്യൻ വംശജ കൂടിയായിട്ടുള്ള കമലാ ഹാരിസിനെതിരെ ഉള്ള ഈ നീക്കം വന്നിരിക്കുന്നത്. അതായത് മാസങ്ങൾക്ക് മുൻപ് നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ ആകെപ്പാട് അതിനകത്തുണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് ട്രംപിൻ്റെ എതിരാളി ആരായിരിക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു ആശയക്കുഴപ്പം മാത്രമായിരുന്നു. കാരണം ട്രംപിൻ്റെ എതിരാളിയായിട്ട് അന്ന് ആദ്യം മത്സരിച്ചിരുന്നത് അപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ തന്നെയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.